കഴിഞ്ഞ തവണ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് CPIയുടെ ദേശീയ പാർട്ടി പദവിയാണ്. അത് നഷ്ടപ്പെട്ടു. ഭരണത്തിൽ ഒരിടത്തും അധികാരത്തിലില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തും കേവലമായ ഭൂരിപക്ഷത്തോടു കൂടി ഭരണത്തിൻ്റെ ഭാഗമാകാനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണ്. അതിൽ കേരളമൊഴിച്ച് ബാക്കി എല്ലായിടത്തെയും അവസ്ഥയാണ് ഇപ്പോഴത്തേത്. പശ്ചിമ ബംഗാളിൽ പണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു CPI. എന്നാൽ CPIക്ക് മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ കാര്യമായ വേരോട്ടമില്ല. ബീഹാറിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിലും അത് RJDയുടെ കനിവ് കൊണ്ട് മാത്രം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്നും CPIക്ക് കിട്ടുമോ? തമിഴ്നാട്ടിൽ നിന്നും 2 സീറ്റുകളും വിജയിക്കാനുള്ള സാധ്യതയും CPI ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത്തവണയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എന്ന ചിന്ത അവർക്കുണ്ട്. തൃശ്ശൂരാണ് അവർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷേ K മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി വന്നതോടുകൂടി ആ സ്വപ്നവും ഒലിഞ്ഞു എന്ന രീതിയിലേക്കാണ് പോകുന്നത്. CPI കേരളത്തിൽ മത്സരിക്കുന്നത് 4 ലോക്സഭാ സീറ്റുകളിലാണ്. വയനാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, അതുപോലെ തന്നെ മാവേലിക്കര. ഈ 4 ലോക്സഭാ സീറ്റിൽ ഒരിടത്തിൽ പോലും വിജയപ്രതീക്ഷ അവർക്കില്ല. മാവേലിക്കരയിൽ അട്ടിമറി വിജയം നേടും എന്നൊക്കെയാണ് CPI വെച്ച് കാച്ചുന്നത്. പക്ഷേ കൃത്യമായും ടാർഗറ്റോടുകൂടി മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അത്ര എളുപ്പത്തിലൊന്നും മലർത്തിയടിക്കാൻ കഴിയില്ലെന്ന് CPIക്ക് മാത്രമല്ല, കൃത്യമായും എല്ലാ പാർട്ടിയിൽപ്പെട്ടവർക്കും അറിയാം. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പോലും കൃത്യമായി അറിയില്ല. പന്ന്യൻ രവീന്ദ്രന് അനുകൂലമായി CPIMകാർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. വയനാട്ടിൽ ആനി രാജ മത്സരിക്കുന്നത് ആർക്കെതിരെ, എന്ത് ഐഡിയോളജിക്കെതിരെ എന്ന വലിയ ചോദ്യവുമുണ്ട്. രാഹുൽ ഗാന്ധിയും K സുരേന്ദ്രനും തമ്മിലാണ് അവിടെ നേർക്കുനേർ പോര് എന്നുള്ളത് വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടമെന്ന് താൻ ജയിച്ചാലാക്കുമെന്ന സുരേന്ദ്രൻ്റെ ഒറ്റ പ്രഖ്യാപനം മതി സുരേന്ദ്രൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നതിൽ K സുരേന്ദ്രൻ നമ്പർ 1 ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കൃത്യമായി മനസ്സിലാക്കിയാൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാട്ടമാണ്. അതിൽ എടുത്തു പറയേണ്ടത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിൽ തന്നെയാണ്. പക്ഷേങ്കിൽ അവിടെ 2ാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യത കൂടുതൽ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് തന്നെയാണ്. ഇത്തരത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് കാരണമായ, കാതലായ കാരണമാക്കി കൊടുത്തത്, അല്ലെങ്കിൽ ഒരുക്കി കൊടുത്തത് CPIയും CPIMും തമ്മിലുള്ള ഈ അന്തരം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും വേണ്ട.